നമസ്കാരം. ചാമാരി അഥവാ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ദോശ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പൊങ്ങാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ദോശയാണ്. ഇതേ ദോശ തന്നെ നമുക്ക് തിനയിലോ അല്ലെങ്കിൽ വരകിലോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മുമ്പ് വരക് അല്ലെങ്കിൽ തിന ഇതുപോലെയുള്ള ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ചാനലിൽ മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും ലഭിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള മില്ലറ്റ് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചാമാരി 1 കപ്പ് എടുത്ത് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുത്തതാണ്. നിങ്ങൾ ഏത് മില്ലറ്റാണ് എടുക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ കുതിർത്തെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി ഇതേ വെള്ളത്തോടെ തന്നെയാണ് നമ്മളിത് ദോശയ്ക്ക് വേണ്ടി അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ദോശയിലേക്ക് ആവശ്യമുള്ള നാളികേരം അരച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിൽ. അതുകൊണ്ട് ഞാനിത് വാഷ് ചെയ്തിട്ടില്ല. ഇതിൽ തന്നെയാണ് ഇപ്പോൾ ചാമാരി ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ്. ഇതിപ്പോൾ 1/2 കപ്പ് ചെറുപയർ ഞാൻ ഈ മില്ലറ്റിൻ്റെ ഒപ്പം തന്നെ കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതിനി പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടാണ് ദോശ തയ്യാറാക്കുന്നത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതിയോളം സവാള ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ് ഈ ദോശ. അപ്പോൾ നമുക്ക് ഡിന്നറോ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് വിശക്കൊന്നുമില്ല. ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശത്തട്ട് അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് എണ്ണ തടവി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ ദോശയുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആവശ്യത്തിനുള്ള ബാറ്റർ ചേർത്ത് കൊടുത്ത് പതുക്കെ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഞാൻ ഇത്തിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പതുക്കെ ഒന്ന് മറച്ചിടാം. രണ്ട് ഭാഗവും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് 1-2 കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഹെവി ആവും. ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടെ കറികളുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ള ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ ഉപ്മാവ് പോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് 8 മണിക്കൂർ കുതിർത്തെടുക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് കഴുകി
വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം കാലത്തെടുത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കുതിർത്തെടുത്തതാണ്. 1 കപ്പ് ചാമയാണ് എടുത്തത്, അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലത്തെ ഈ വെള്ളം ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഒരു അരിപ്പിലൂടെ അതൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഉപ്മാവ് വേവിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് വേറൊരു അടുപ്പിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കാം. ഈ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉപ്മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ച് ചേർക്കാം. ഇതായി വരുമ്പോൾ നമ്മൾ നേരത്തെ നുറുക്കി മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്നായി വരുമ്പോൾ. മുമ്പ് ഞാൻ ജോവാറിൻ്റെ ഉപ്മാവ് ചേർത്തിരുന്നു, അപ്പോൾ അതിലൊക്കെ ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ വെജിറ്റബിൾസ് ചേർക്കുന്നില്ല. ക്യാരറ്റോ ബീൻസോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചാമ ചേർത്ത് കൊടുക്കാം. ഈ ചാമ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഈ മില്ലറ്റ് കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചൂടോടുകൂടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി ചൂടുവെള്ളം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ആയി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇതിപ്പോൾ ഒരുവിധം വെള്ളം ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് നാളികേരം ചേർത്തിരുന്നു, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പം ഞാനിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഓഫ് ചെയ്ത് നന്നായി അടച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വെക്കാം. അപ്പം അത് നന്നായി ആയി വന്നോളും. ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർക്ക് കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും കിട്ടുക, നമ്മളൊരു സ്പാച്ചിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്മാവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരിക. വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. മില്ലറ്റ് നീർദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് മില്ലറ്റ് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുത്തതാണ്. ഈ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്, അതുപോലെ തന്നെ കവതപ്പുല്ല് എന്ന് പറയുന്ന ബന്യാഡ് മില്ലറ്റ്, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ചാമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പ് ചാമ 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഈ മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളം ഒരു അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റാം. കളയേണ്ട ആവശ്യമില്ല, നമുക്കിത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു മിക്സിയിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്.
ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഓരോരുത്തരുടെ ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് വേണ്ടി വരിക. നീർദോശയ്ക്കുള്ള ബാറ്റർ നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ലൂസാക്കി അരച്ചെടുക്കണം. ഞാൻ ഓൾറെഡി 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് വെള്ളം ഉണ്ടായിരുന്നത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. നീർദോശ പൊതുവേ കുറച്ച് നല്ല ലൂസ് ബാറ്ററാണ് വേണ്ടത്. ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കണം. നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം. കോക്കനട്ട് ഇട്ടിട്ടുള്ള കാരണം അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ദോശയ്ക്ക്. ഇനി ഇത് സൈഡൊക്കെ വിട്ട് വരും ആവുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ മറിച്ചിടുക. നമ്മുടെ നീർദോശ റെഡിയായി. ഇത് കറികളുടെ കൂടെ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം.